ഞങ്ങൾ ബഡ്ജറ്റിനകത്ത് തന്നെ അത്തരം കാര്യങ്ങൾ ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വയ്ക്കും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം തീരുമാനിക്കും എന്നുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൂവാറ്റുപുഴ ചെന്ന് കഴിഞ്ഞപ്പോൾ മൂവാറ്റുപുഴയിൽ MLA ഉൾപ്പെടെ അത്തരമൊരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ സ്വാഭാവികമായും മൂവാറ്റുപുഴയിൽ ജില്ല വേണം എന്നുള്ളത് വളരെ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ടുള്ള ഒരാഗ്രഹമാണ് ആ പ്രദേശത്തുള്ളവരുടെ. അപ്പോൾ അതോടൊപ്പം ചേർന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അഭിപ്രായം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനനുസരിച്ച് എവിടെയെല്ലാം ജില്ല ആരംഭിക്കണം, എവിടെ ജില്ല വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതിനുശേഷമായിരിക്കും. അങ്ങനെ ഒരു വിവേചനം നേരിടുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം സ്വാഭാവികമായിട്ടും ജില്ലയുടെ പുനഃക്രമീകരണം പിന്നീട് നടന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് UDF ഗവൺമെൻറ് അത്തരം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, അതിനെല്ലാ രീതിയിലും 100% ഭൂവിസ്തൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും മറ്റ് കാര്യങ്ങൾ കൊണ്ടൊക്കെ ആദ്യം പരിഗണിക്കേണ്ടത് മലപ്പുറം ജില്ലയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അതിനകത്ത് അത്തരമൊരു നീതി കിട്ടാതെ വരുമ്പോൾ നമുക്ക് അത്തരം അഭിപ്രായം പറയാം. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അത്തരമൊരു അഭിപ്രായ പ്രകടനത്തിന് കാര്യമില്ല. സ്വാഭാവികമായും ഉടൻ തന്നെ അതുമായി ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയെ വയ്ക്കും ഓണം കഴിഞ്ഞാലും. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2027 വരെ നിലവിലുള്ള സെൻസസ് നടക്കുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. നിലവിലുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അത് വില്ലേജ് ആണെങ്കിലും താലൂക്ക് ആണെങ്കിലും ജില്ലയാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ഈ സെൻസസ് കഴിയുന്നത് വരെ അതിലൊരു മാറ്റവും വരുത്താൻ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോരുതെന്ന ഒരു നിർദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. എന്നാലും ഒരു കമ്മിറ്റിയെ വയ്ക്കുന്ന കേരള നടപടി ഉടനുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല, ഞാൻ റവന്യൂ മന്ത്രി എന്നുള്ള നിലയ്ക്കല്ല, ഒരു മലപ്പുറത്തുകാരൻ എന്നുള്ള നിലയ്ക്കും സ്വാഭാവികമായും കേരളത്തിലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ല 16 നിയോജകമണ്ഡലങ്ങൾ, പോപ്പുലേഷൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ, എല്ലാം കൊണ്ടും മലപ്പുറത്തിന് ഒരു ജില്ല എന്നുള്ളത് അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം തർക്കമില്ല. അല്ല, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യം UDFൻ്റെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോർഡുകളിലും മറ്റ് കമ്മീഷനൊക്കെ പുനഃസംഘടിപ്പിക്കുക സ്വാഭാവികമാണ്. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. LDF വന്നപ്പോൾ UDFൻ്റെ ആളുകളിരുന്ന എല്ലാ ബോർഡുകളും കമ്മീഷനും പുനഃസംഘടിപ്പിച്ചില്ല. അപ്പോൾ അത്തരം പുനഃസംഘടനയൊന്നും മറ്റെന്തെങ്കിലുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും UDFനും കാഴ്ചപ്പാടുണ്ട്. BJPയുടെ ഈ നിലപാടിനോട് ഞങ്ങൾ എതിരാണ്. ഒരു കാരണവശാലും ഒരു മതത്തിൻ്റെയും, ഏത് മതമായാലും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ബോർഡുകളിലും ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും ഇതര മതസ്ഥരെ വെക്കേണ്ട ഒരു സാഹചര്യം. അത് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിനും വെക്കട്ടെ. ഇത്തരം രീതിയിലുള്ള ഒരു വിപുലമായൊരു സെക്യുലറിസത്തെ കുറിച്ചാണ് BJP സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഹിന്ദു മതത്തിലുള്ള ബോർഡുകളിലും ഇത്തരം